ഈ തുടർച്ചയായിട്ട് സൈബർ ഇടങ്ങളിൽ മാത്യു കുഴൽനാടനെ വേട്ടയാടുന്നു, ശല്യക്കാരനായ വ്യവഹാരി എന്ന് ആക്ഷേപം വരുന്നു, രാജിവെക്കണം എന്ന് തന്നെ LDF കൺവീനർ ആവശ്യപ്പെടുന്നു. ഇതിനിടയിൽ ഇപ്പോൾ വിജിലൻസ് ആ, ആ, ഇടുക്കി യൂണിറ്റ് ഇട്ടിരിക്കുന്ന FIR-ൽ പ്രതി ചേർക്കുന്നു. പക്ഷേ അപ്പോഴും മാത്യു കുഴൽനാടനെ രക്ഷിക്കാൻ കോൺഗ്രസിൻ്റെയോ UDF-ൻ്റെയോ നേതാക്കൾ രംഗത്ത് വരാത്തത് മാത്യു കുഴൽനാടൻ ഈ കേസിൽ ഒറ്റപ്പെട്ടു പോയത് കൊണ്ടാണോ ലിജു? മാത്യു കുഴൽനാടൻ ഈ കേസിൽ ഒറ്റപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ചർച്ചയുടെ ഒരു തുടർച്ച പറഞ്ഞിട്ട് ഇതിലൂടെ മറുപടി പറയാം എന്നാണ് ശ്രീ അരുൺ കരുതുന്നത്. അപ്പോൾ നേരത്തെയുള്ള ചർച്ചയിലൂടെ തന്നെ ഒരു കാര്യം വ്യക്തമായല്ലോ. പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് എന്തുകൊണ്ട് വരുന്നു എന്ന് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന CPM നേതാക്കന്മാർക്ക് പോലും മനസ്സിലായിട്ടില്ല. വിജിലൻസിനെ സംബന്ധിച്ച് മാത്യു പറഞ്ഞതുപോലെ നരേന്ദ്രമോദിക്ക് ED പോലെ കേരള പിണറായി വിജയനെ വിജിലൻസ്. അപ്പോൾ ഒരു കേസ് എങ്ങനെ എടുക്കണം, അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നേരത്തെ ശ്രീ CV വർഗീസ് പറഞ്ഞതിൻ്റെ ഒരു വൈരുദ്ധ്യം ഞാൻ ചൂണ്ടിക്കാണിക്കാം, അതുകൂടെ പറഞ്ഞിട്ട് ഇതിലേക്ക് പോകാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താ, ഇതുമായി ബന്ധപ്പെട്ട് ഈ വസ്തു അധികം വെച്ചതുമായൊക്കെ ബന്ധപ്പെട്ട് അനധികൃത നിർമ്മാണമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കേസുണ്ടായിരുന്നു. അപ്പോൾ ആ കേസിന് വേണ്ടി വക്കീലായ മാത്യുവിനെ സമീപിച്ചു. അപ്പോൾ എന്ത് ചെയ്തു, മാത്യു ഈ ഭൂമി വാങ്ങി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു കേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വസ്തു കൈയേറ്റത്തെക്കുറിച്ചും അനധികൃത നിർമ്മാണത്തെക്കുറിച്ചും ഗവൺമെന്റിന് അറിയാമെന്നുണ്ടെങ്കിൽ മാത്യു അവിടെ നിലവിലിരിക്കുന്ന മതില് പുതുക്കിപ്പണമെന്നുള്ളതാണ് കേസ്. അപ്പോൾ തന്നെ സ്റ്റോപ്പ് മെമ്മോ കൊടുക്കണ്ടേ ഗവൺമെന്റ്? നിങ്ങൾ ഈ കേസിനെ കുറിച്ച് സർക്കാരിന് ഇത് അറിയാമായിരുന്നു, അത് സംബന്ധിച്ച കേസ് നിലവിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പൊ വിജിലൻസ് പറയുന്നു അങ്ങനെ ഇത് അറിഞ്ഞുകൊണ്ട് നടത്തിയെന്നാണ്. അപ്പൊ അന്നേ കേസ് നിലവിലുണ്ടെന്ന് CV വർഗീസ് പറഞ്ഞ പോലെ ആണെങ്കിൽ ഏതെങ്കിലും ഒരു നിർമ്മാണ പ്രവർത്തനം നടക്കുമ്പോൾ അപ്പൊ തന്നെ സ്റ്റോപ്പ് മെമ്മോ നടക്കില്ലേ? അല്ല, അതവിടെയാണ് CV പറഞ്ഞത് ലിജു. പഞ്ചായത്ത് സെക്രട്ടറി അടക്കം സ്വാധീനിച്ചുകൊണ്ടാണ് മാത്യു കുഴൽനാടൻ ഈ റിസോർട്ട് പണി നടത്തിയതെന്നാണ്. പഞ്ചായത്ത് മാത്രമല്ലല്ലോ, റവന്യൂ ഡിപ്പാർട്ട്മെന്റും വിജിലൻസ് പഞ്ചായത്തും തമ്മിൽ ഒരുമിച്ചാണോ അരുൺ? നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യമല്ലേ. പഞ്ചായത്തും റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ ഒരു പരിധി വരുമോ? ലാൻഡ് കൺസർവേഷൻ ആക്ട് പ്രകാരം നടപടി എടുക്കേണ്ടത് ഭൂമി കൈയേറ്റമുണ്ടെന്നുണ്ടെങ്കിൽ പഞ്ചായത്താണോ വില്ലേജാണോ? ഒന്നാമത്തെ പ്രതി തഹസീൽദാർ അടക്കമാണ് ഇതിനകത്ത് കേസിൽ വന്നിരിക്കുന്നത്. ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് ഇതാണ്. അപ്പോൾ ഒരു ഭൂമി ഒരാള് പൊസഷൻ, ഞാൻ പറയട്ടെ, ഒരു പൊസഷനിലിരിക്കുന്ന ഒരു ഭൂമി ഒരാൾ വാങ്ങിയാൽ അയാള് അവിടെ മതിലുണ്ട്, പൊസഷനിലാണ് ഈ കാര്യങ്ങൾ നിന്ന് കഴിഞ്ഞാൽ അയാൾ എങ്ങനെ ഈ കേസിൽ പ്രതി ചേരുമെന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ക്വസ്റ്റ്യനാണ്. എന്തായാലും മാത്യു ഇതിനെ നിയമപരമായി നേരിടുമെന്ന് ഞങ്ങൾക്കറിയാം. ഈ എങ്ങനെ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരം പ്രതി ചേർക്കപ്പെടും, ഒരു MLA അല്ലാത്ത ഒരാൾ എങ്ങനെ വരും തുടങ്ങിയുള്ള സാങ്കേതിക കാര്യങ്ങൾ നിയമപരമായി നേരിടാൻ ശേഷിയുള്ള ആൾ തന്നെയാണ് ശ്രീ മാത്യു കുഴൽനാടൻ. അതുകൊണ്ട് ഈ കേസൊന്നും നിൽക്കാൻ പോകുന്നതിന് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. പിണറായി വിജയനെ സാറ്റിസ്ഫൈ ചെയ്യാൻ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ഒരു FIR എടുക്കണമെന്നുള്ളതെ അതിനപ്പുറത്തൊന്നും എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്ന് ആരും കരുതുന്നില്ല. ഇനി അന്വേഷണം നടക്കട്ടെ എന്നുള്ള മാത്യു കുഴൽനാടന്റെ സ്റ്റാൻഡ് കൊണ്ടാണ് വിജിലൻസ് ഫൈനൽ റിപ്പോർട്ട് വരെ മുന്നോട്ട് പോകട്ടെ എന്ന് തീരുമാനമെടുത്തിരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ ഈ FIR പോലും കോഷിക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. നേരത്തെ പറഞ്ഞ അരുൺ തന്നെ ചോദിച്ച പോലെ ഞാൻ ആദ്യം ഉന്നയിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യം, പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരം എങ്ങനെ കേസെടുക്കും എന്നുള്ളൊരു കാര്യം ഉന്നയിക്കുമ്പോൾ തന്നെ ഈ FIR പോകും. അപ്പൊ അതുകൊണ്ട്